അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടുകാരോടും യാത്ര പറഞ്ഞ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ അങ്ങോട്ടല്ല, വയനാട്ടിലേക്കാണ്. അങ്ങനെ നേരെ ബസ് കയറി ഈങ്ങാപ്പുഴ വന്നിറങ്ങി. കുറച്ചു നേരം കാത്തുന്നപ്പോഴത്തെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. ആദ്യം കിട്ടിയ സീറ്റ് വലിയ സുഖമല്ലായിരുന്നു, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ചുരം കയറി തുടങ്ങിയപ്പോൾ നമുക്ക് വേറെ സീറ്റ് കിട്ടി. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ വൈത്തിരി വന്നിറങ്ങി. അവിടെ കുറച്ചു നേരം കാത്തുന്നപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള അടുത്ത ബസ് വന്ന്. എനിക്ക് വയനാട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നുമല്ല, ഇവിടുത്തെ കാലാവസ്ഥയും കാഴ്ചകളും ഒരുപോലെ അടിപൊളിയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ 6 മൈലിൽ വന്നിറങ്ങി. ഇതാണ് എന്റെ അമ്മയുടെ നാട്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് അമ്മയുടെ വീട്ടിലേക്ക്. നോർമലി ഓട്ടോ വിളിക്കാറാണ്, പക്ഷെ വേണ്ട, രാവിലെ ആയതുകൊണ്ട് നടന്നു പോകാന്ന് വിചാരിച്ചു. കണ്ടില്ല, 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓട്ടോ വിളിക്കുന്നതിന്റെ പ്രാധാന്യം ഇവിടെയാണ്. കാരണം ഇത് കുത്തനുള്ള ഒരു കയറ്റാണ്. ഈ കയറ്റത്തിലാണ് അമ്മയുടെ വീട്. നമുക്കിത് ചെറുപ്പം തൊട്ടേ ശീലാണ്. ഈ കയറ്റം മൊത്തം നമ്മൾ നടന്നു കയറിയതാണ്. ഈ കാണുന്ന ഗവൺമെന്റ് LP സ്കൂളിന്റെ തൊട്ട് മേലുള്ള ഇതാണ് എന്റെ അമ്മയുടെ വീട്. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തന്നെ ഒരു സന്തോഷമാണ്. ഇതാണ് എന്റെ വല്യച്ഛനും അമ്മമ്മയും, അതായത് എന്റെ അമ്മയുടെ അച്ഛനും അമ്മയും. കുറച്ചുനേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിരുന്നിട്ട് നേരെ പോയി അമ്മമ്മ ഉണ്ടാക്കി നല്ല ദോശയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അമ്മമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയത് വല്യമ്മയുടെ അടുത്തേക്കാണ്. അമ്മയുടെ വീടിന്റെ തൊട്ടുപുറത്താണ് വല്യമ്മയുടെ വീടും. അവരോട് സംസാരിച്ചിരുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവരെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമുക്ക് വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്, അതും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.